ലക്ഷ്മണ രേഖകൾ എല്ലാ കാര്യത്തിലുമുണ്ട്. ആ ലക്ഷ്മണ രേഖകൾ നമ്മൾ ലംഘിക്കരുത്. അത് മാധ്യമ സ്ഥാപനമാണെങ്കിലും കോളേജ് ആണെങ്കിലും ഉദ്ഘാടനമാണെങ്കിലും പൊതുസമൂഹത്തിൽ ധരിക്കേണ്ട കുറെ മാന്യതകളും മര്യാദകളും വരച്ചാൽ മതി കേട്ടോ. നാട്ടുകാരുടെ അല്ല, സമൂഹമാണ് വരയ്ക്കുന്നത്. അവനവനെ ചുറ്റും വരച്ചിട്ട് അവിടെ കുടിയിരുന്നോളൂ. ഇവിടെ മുഴുവൻ ഇരുട്ടാണ് നിങ്ങളുടെ വിചാരിച്ചോളൂ. നാട്ടുകാരുടെ ചുറ്റും ലക്ഷ്മണ രേഖ വരയ്ക്കാൻ ഇവിടെ ആരും ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഇമാതിരി വർത്താനം ഒന്നും പറയല്ലേ. അല്ല, ഒരു വരി കൂടി ഹണി റോസിന്റെ കേസ് ഞാൻ തന്നെ വാദിക്കും എന്ന കാര്യം ഹണി റോസിനെ അറിയിച്ചേക്കൂ. അതോടൊപ്പം ലക്ഷ്മണൻ രേഖ വരയ്ക്കുന്നത് രാവണനെതിരെയാണ്, സീതയ്ക്കെതിരെ അല്ല. നമ്മുടെ സ്ത്രീജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ലക്ഷ്മണ രേഖ സീതയ്ക്കെതിരെയാണെന്നാണ്. ചോദിച്ചില്ല, പക്ഷെ അത് സ്ത്രീകൾ പാലിക്കണം എന്നുള്ളതാണല്ലോ പറഞ്ഞത്. അല്ലല്ല, ഇവിടെ ആരും ഒരു രാവണനെയും പേടിക്കുന്നില്ല. ഇവിടെ ആരും ഒരു രാവണനെയും പേടിക്കുന്നില്ല. ഇവിടെ ആർക്കും ഒരു ലക്ഷ്മണരേഖയും ആവശ്യവുമില്ല. ഇവിടെ ആർക്കും അത്തരം ഓവർ കെയറും ആവശ്യമില്ല. അവനവന്റെ വഴിയിൽ സധൈര്യം മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒക്കെ ഇവിടുത്തെ സ്ത്രീകൾക്കുണ്ട്. ദയവ് ചെയ്ത് വരയ്ക്കുന്ന കോലെടുത്ത് രണ്ടായിട്ട് ഒടിച്ച് കയ്യിൽ വെച്ചേക്കണം. അത് താങ്കളുടെ അഭിപ്രായമാണ്, അത് ഞാൻ മാനിക്കുന്നു. പക്ഷേ സമൂഹത്തിൽ വലിയൊരു ശതമാനത്തിനും അങ്ങനെ ആണിനും പെണ്ണിനും ലക്ഷ്മണരേഖ വേണമെന്ന് വിശ്വസിക്കുന്നവരാണ്. അത് മാഡത്തിന് കൺവിൻസ്ഡ് അല്ലെങ്കിൽ താങ്കളുടെ കമന്റ് ബോക്സിന്റെ താഴെ നോക്കിയാൽ അവർ താങ്കൾക്ക് അതിന്റെ വസ്തുത പറഞ്ഞു തരും. നമ്മൾ കണ്ണടച്ചാൽ നമുക്കിരുട്ടാവും, നമ്മൾ കണ്ണടച്ചാൽ നമുക്കിരിക്കണം, ലോകത്തിന് ഇരുട്ടാവില്ല എന്ന തിരിച്ചറിവ് വേണം. എന്തായാലും ഹണി റോസിന്റെ നിയമ നടപടിയെ സ്വാഗതം ചെയ്യുന്നത് അവരുടെ റൈറ്റ് ആണ്.